ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല ഹിബിസ്കസ് സിറമാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ 1-2 ചെമ്പരത്തി നമുക്ക് പറിക്കാവേ. ഫ്രഷ് ചെമ്പരത്തി. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ നല്ല ഫ്രഷ് ചെമ്പരത്തി കിട്ടുമെങ്കിൽ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. വേസ്റ്റ് ചെയ്യാതെ നല്ലൊരു ഹെയർ സിറം ഉണ്ടാക്കാവേ. ഞങ്ങളുടെ വീട്ടിലുള്ള ഫ്രഷ് കറിവേപ്പിലയാണ് ഞങ്ങൾ ഇതിന് ഹെയർ സിറമിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ഹെയർ സിറമാണ് കേട്ടോ. അത് ചെമ്പരത്തി ഉപയോഗിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ ഗായ്സ്, ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ശർക്കര പൊതിച്ച് ഈ ചട്ടിയിലോട്ട് ഇടാം, എന്നിട്ട് ഉരുക്കണം. ഒരു വെടിക്ക് 2 പശയാണ് ഗായ്സ്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് ചക്കര സുന്ദരിയായ മുട്ടക്കോഴികൾ ഞങ്ങൾക്കുണ്ടല്ലോ. ഇത് എന്താന്ന് വെച്ചാൽ മുട്ട ഇട്ടാ പിന്നെ മുട്ട ഇട്ടോണ്ടേ ഇരിക്കും. അത് നിർത്തത്തേ ഇല്ല, നമ്മൾ പറഞ്ഞ നിർത്തത്തേ ഇല്ല. അങ്ങനത്തെ ഒരു കോഴിയാണ്. ഇതിനെ വളർത്താൻ ഒരു കഷ്ടപ്പാടില്ല. ഇത് തീറ്റിട്ട് കൊടുത്താൽ തിന്നുകൊണ്ടിരിക്കും, വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന അടിപൊളി ഒരു കോഴിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 4.5 മാസം ആകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും. ഞങ്ങൾക്ക് 4 മാസമായപ്പോൾ തന്നെ മുട്ടയിട്ട് തുടങ്ങി. ഗായ്സ്, അവലിടാം. ഇത് ഞങ്ങൾക്ക് 4 മണിക്കുള്ള സാൻസ് ആണ്. ഇത് പ്രത്യേക തരത്തിലുള്ള ഒരു സാൻസ് ആണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ നല്ലതാണ്. അടിപൊളിയാണ് സാധനം. ഞങ്ങൾ കണ്ടുപിടിച്ച രസക്കൂട്ടങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാം. അവളുടെ ചെമ്പരത്തി സിറം എന്തായിരുന്നു നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഗായ്സ്, എൻ്റെ സിറത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടു കേട്ടോ ഗായ്സ്. കറിവേപ്പില ഇട്ട് കൂടെ ചെമ്പരത്തിപ്പൂവും നമ്മൾ ഇതളുകളാക്കി ഗായ്സ്. അപ്പോൾ എൻ്റെ സിറം ഇവിടെ റെഡി ആവുന്നുണ്ട്. വളരെ സിമ്പിളാട്ടോ ഗായ്സ്. അപ്പോൾ എൻ്റെ സിറം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എൻ്റെ നിസയുടെ അവല് റെഡിയായി. ഇനി തേങ്ങ ഏലക്കൊടി രസമുണ്ടോടി? അതെ, സൂപ്പർ, ഒരു രക്ഷയുമില്ല, അടിപൊളിയായിട്ടുണ്ട് ഗായ്സ്. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു സിറത്തിൻ്റെ ബോട്ടിൽ ക്യാപ്പ് എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് സിറം എടുക്കാം. 2-3 ഡ്രോപ്സ് ആയിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ജെന്റ്ലി മസാജ് ചെയ്താൽ മതി. പൊട്ടുന്ന മുടികളൊക്കെ മാറിക്കിട്ടും, നല്ല ബ്ലാക്ക് ഹെയർ ഒക്കെ കിട്ടും. നന്നായിട്ട് മസാജ് ചെയ്യാം. മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കുള്ള മാറ്റം ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. പനങ്കോല നിങ്ങൾ കണ്ടിട്ടുണ്ട്. പനങ്കോല പോലെ നിങ്ങളുടെ ഹെൽത്തി മുടിയാവും കേട്ടോ. നിങ്ങൾ ഇനി ഒട്ടും വൈകണ്ട, പെട്ടെന്ന് ചെമ്പരത്തി സിറം ഉണ്ടാക്കിക്കോളൂ. നിങ്ങൾ തേക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം ഇങ്ങനത്തെ കാടിനകത്ത് നിറച്ചും പേരും ഇരും താരമുണ്ടാവും. സാധനം ഉണ്ടാവും. ചോറ് കുടിച്ച് പഴകുക കൊച്ചു കള്ളൻ. ഗായ്സ്, ഇവർ ചുമ്മാ പറയുന്നു. ഞാൻ എൻ്റെ മുടി എന്ന് ഹെയർ കെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഹെയർ കെയർ ചെയ്തപ്പോൾ ഒരു കള്ളി അവിടെ തിന്നാണ്. കള്ളി എടി കള്ളി, ഞങ്ങൾക്ക് കൂടെ ഇച്ചിരി വെക്കണേ. ഞാൻ വെക്കത്തൊന്നുമില്ല, നീ